10 രൂപ. അൽഹംദുലില്ലാഹ്. അപ്പളേ കിളവി ആരെന്തിന്റെ കളവി? എന്നാ ശരി കന്യകേ, ഈ ഭരതന്റെ വീട് എവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ആ ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്തൗട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്തൗട്ടാ? ആ എവിടെയാ? ദേ ആ കാണുന്ന വീടാ. ആ അതാണ്. ആ അപ്പൊ വലിയ ഉപകാരം മക്കളെ. ആ അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയെടുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കന്യകേ. ഒറ്റക്കെട്ടില് തവള കുഞ്ഞ് കിടക്കണ വനെയുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറടാ, നിനക്കെന്നെ മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കാൻ. നിനക്കോർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളാനുവരിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചാട്ടേത്താ എന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കദളിവായ കയ്യിലിരുന്ന് കർത്തകാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ട്. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് തന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. നീ കരയണ്ട, നിന്നെ കരയിപ്പിക്കാനും പറ്റിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ. നിന്റെ ചേട്ടൻ കരയണ നീ എന്തിനാണ് അങ്ങനെ കരയണ? അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായല്ലേടാ ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണുള്ളത്. വെറുതെ അല്ല ഇയാളെ കോലം കെട്ട് പോയി. ചേട്ടന്റെ ഭാര്യയാണ്. ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോട് രാജമ്മ. രാജമ്മേ, ഞാൻ പറയാറില്ലേ നമ്മുടെ മോളെ രാജമ്മേ, അല്ലാ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവെള്ളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളും തമ്മിൽ തല്ലു കൊടുപ്പോ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന് അന്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വരുന്ന? വല്ലപ്പോഴൊക്കെ. ആ അത് മതി. മോളെ, ദേ നമ്മുടെ അല്ലാ, ഇത് ഞമ്മടെ സീതമോളല്ലേ? പടച്ചോനെ, പണ്ട് ഞാൻ കാണുമ്പോ ഇത്രയേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തങ്ങായി പോയിട്ടൊരു മുത്ത. ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുക ഇടക്ക് വന്ന് പ്രശ്നമുണ്ടാകും. പണ്ടുള്ള പരിപാടിയുണ്ട്. മോളെ അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ നിങ്ങൾ 2ആക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കത് മതി, അത് മതി. 50, 60, 270, 280. ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ച് കളഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടലാക്കേണ്ടി വരുമെന്ന്. ഓ എന്ന്. എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ശാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു ഉറക്കം. അത് ശരി, ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ. പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ? അങ്ങനെയാണ് ഞാൻ ഈ കുപ്പ അഴിക്കാൻ പോവാ. പദ്ധതി നടപ്പിലായ തരാമടാ. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ടനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത?
ഇതാണ് താത്ത. ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത് വൈഫാ? അതെ, വേറെ ആളുടെ. ഞാനൊരു എഞ്ചിനീയറാ, മാരീഡ് അല്ല, പക്ഷെ വളരെ ഡീസന്റ്. ഞാനവിടെ താമസിക്കുന്നുണ്ട്, വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി. ശല്യം മാത്രം ഉണ്ടാവൂലെന്ന്. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ട. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ വെള്ളം ഇവിടെ നിർത്തി. അയ്യോ അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ. പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാൽ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടേ തരും. വേഗം ചെല്ല്. താമസിക്കാൻ നോക്ക്. അല്ല, താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല. ഞാനങ്ങനെ വെളിയിലിറങ്ങണ സൈസ് അല്ല. ശരി. അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ കോയ. ഇനി കുളിച്ച് കയറാം. ഇത് അപ്പോ ഡോക്ടർ വന്നോ? ചെല്ലുവാങ്ങ, വേഗം ചെല്ല. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും കൂടി ഇല്ല, മനസ്സിലായോ? കാശ് ഇവിടെ വെച്ചിട്ട് പോടാ. പോ. സാർ മുകളിലെ മുറി ശരിയാക്കിയിട്ടുണ്ട്. അതെയാ? ആ, എന്റെ ഒരു സന്തോഷത്തിന്. അത് ശരി. അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണെന്ന് കേട്ടത് നേരാണല്ലേ? നീ ആരടാ? കിരീടമില്ലാത്ത രാജാവ്. ഇന്ന് മാരുതി ഡീലക്സ്, നാളെ മാരുതി സെൻ, മറ്റന്നാൾ മാരുതി 1000. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. ഭ്രാന്തനായിരിക്കൂ. ആഹാ, ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുരങ്ങ് തൊപ്പി വെച്ച പോലെ ഇരുന്നേനെ. പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നീ ബ്രോക്കറല്ല, ഡോക്ടറാണ്. ഓഹോ. ഡോക്ടർ ശങ്കർ. യെസ്, കമിൻ. എന്താണ് അസുഖം? നാക്ക് നീട്ടു. ആ, ഓക്കെ. ഓ, അത് ശരി, ഫ്രാഡാണല്ലേ. ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല. താൻ ആരാണോ? എടോ, താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത്? എന്റെ റൂമും എന്റെ കട്ടിലോ? ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഈസ് മൈ കട്ടിൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ ആം ആൻ എഞ്ചിനീയർ. യു നോ ദാറ്റ്? എന്നാൽ ഐ ആം എ ഡോക്ടർ, MBBS. യു നോ ദാറ്റ്? നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ഓൾസോ. ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ? അതിരിക്കട്ടെ, ഈ മഞ്ജുനെയും രാധയും ശീലയൊക്കെ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? ഒരു ഡോക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം. മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഒരു ഡോക്ടറും ഇതുപോലൊരു ചെറ്റമുറിയിൽ താമസിക്കാൻ വരില്ല. നോക്ക്, ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല. ഇത് എന്റെ പെട്ടിയല്ല, എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ. കമ്പൗണ്ടർ നീലേന്ദ്രൻ കേട്ടിട്ടില്ലേ? പിന്നെ വേൾഡ് ഫേമസ് അല്ലേ? കൈകൊണ്ട് കണ്ണിട്ട് നോക്കും കാക്കേ, നിന്റെ വീട്ടിൽ എന്ത് വർത്താനം കാക്കേ. കാക്കേ, മേളിൽ രാവിലെ ആളെനക്കൊന്നും കാണുന്നില്ലല്ലോടാ. രണ്ടും തമ്മിൽ തല്ലി ചത്തോ? നീനെ പേടിപ്പിക്കാടാ. വാ, പോയി നോക്കാം. കൈ കഴിയാ മുണ്ട് താത്ത. ഷോപ്പിന് ഭയങ്കര ഒട്ടൻ. വിദ്യാഭ്യാസത്തിന്റെ ഗുണമാ. ഒത്തൊരുമയോടുള്ള കിടപ്പ് കണ്ടോ? സയാമി സിരട്ടകൾ തോറ്റുപോകും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. ഒലക്കപ്പുറത്ത് കിടന്ന ഉരുണ്ട് വീഴും മോനെ. ഉമാർക്ക് നല്ല ഒരല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തെണ്ടികളാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ കൂടി താമസിപ്പിച്ചാലോ? പട്ടി. നീ എന്തെങ്കിലും പറഞ്ഞോടാ? ഞാൻ പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? ജോമാർ ഉറങ്ങി. രാഘവ, രാഘവ. ഓ എന്താ ഇവിടെ? ഞാൻ താത്തയ്ക്ക് മേൽഭാഗം കാണിച്ചു കൊടുക്കേ. നല്ല വൃത്തികേടുള്ള ബിൽഡിങ്. അത് ഈ തേപ്പും കൂടി കഴിഞ്ഞാ ഒന്നും കൂടി വൃത്തിയാവും. നേരെ നേരെ. ഒന്ന് മാറിയെന്നേ. ഞാൻ ഈ മുറി ഒന്ന് വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ആലോചിക്ക. ആ, നല്ല കാര്യ. അതിന് ഇതിന്റെ താക്കോല് കാണാനില്ല. അത് ചേട്ടാ, ഈ താത്താക്ക് അടിക്കടി ചുഴലിതീനം വരും. അത് വരുമ്പോ പിടിപ്പിക്കാൻ ഞാൻ എടുത്തതാ. താക്കോൽ പിടിക്കാൻ. എല്ലാത്തിനും ഇടിക്കും ഞാൻ. എന്താ ഒരു ശബ്ദം? എന്റെ ഈശ്വര, ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും? എന്നായാലും എല്ലാം അറിയേണ്ട മനുഷ്യനല്ലേ നിക്കണം. നീ അങ്ങ് പറ മോനെ. ഞാനത് എങ്ങനെ പറയും താത്ത? പറഞ്ഞു തോളിക്കടാ. ചേട്ടാ, ഈ മുറിയിലൊരു പ്രശ്നമുണ്ട്. ചേട്ടത്തെയും സീതയും അറിയണ്ട. 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുക.
ഒരു കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം, വാതില് തുറക്കുന്നൊരു നിലവിളി. ഇന്നലെ രാത്രി 2 വൃത്തികെട്ട ചാത്തന്മാരെ ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ മരിച്ചുപോയ നമ്മുടെ അച്ഛനാണെന്നേ തോന്നൂ. ചെലങ്കയുടെ ശബ്ദം. കേട്ടോ. ആ, അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്രേതബാധ ഒഴിപ്പിച്ച ശേഷം കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഹോമം വല്ലതും നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. രോമൻ നടത്താൻ രോമമല്ല താത്ത, ഹോമം. 1000 രൂപ തന്നാ ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ ഹോമം ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ നീ എന്നെ നടത്തിക്കും. ഇവൻ ആരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാൻ പാടില്ലേ? രാഘവ, നീ തെലങ്കാന്ന് പറഞ്ഞപ്പോ ഞാൻ തെലങ്കയുടെ ശബ്ദം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? എടാ കൊത്ത, നീ ഓവറാകരുത്. നീ ആരും മണിച്ചിത്ര വാതിൽ തുറക്കാൻ. ഇതെന്തിനാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്? അകത്തെനിക്ക് കുറ്റിയിടാൻ പറ്റാത്തോണ്ടാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. എന്നൊരു കാര്യം ചെയ്യാം, അകത്തുള്ള കുറ്റിയെടുത്ത് പുറത്ത് വെച്ച് തരാം. അത് ഇന്ന് പുറത്ത് വെക്കണ്ട, ഇപ്പൊ തൽക്കാലം അകത്ത് കയറിയാട്ടെ. മനപ്രയാസം കാരണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്ത് കാര്യം? എന്റെ ചേട്ടൻ ഒരു മനോരോഗിയാണ്. കുടുംബത്തിൽ പിറന്ന ഏത് ചെറുപ്പക്കാരെ കണ്ടാലും വാക്കത്തി കൊണ്ട് വെട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ മുറിയിൽ താമസിക്കുന്ന വിവരം ഒരു കാരണവശാലും അദ്ദേഹം അറിയാൻ പാടില്ല. ഓക്കെ, അറിയില്ല.